കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ കൂടെ നന്ദി പറയാൻ തക്കവണ്ണമിടയാകട്ടെ. നമ്മൾ പാടിയ പാട്ടുകൾക്കകത്ത് വ്യാപരിച്ച ദൈവ സാന്നിധ്യം എത്ര പേർക്ക് തിരിച്ചറിയാൻ തക്കവണ്ണമിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കൂടെ പാടുന്നവരെ പോലെ ആയി തീരാതെ കൂടെ പാടുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ നമ്മുടെ അകത്ത് ആ ജീവന്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടുന്ന രാത്രിയായി തീർന്നെങ്കിൽ മാത്രമേ അതിനകത്തൊരു അത്ഭുതമായ വിടുതൽ സംഭവിക്കത്തുള്ളൂ. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുനിന്ന് പാടുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. പൂർണ്ണ ഹൃദയത്തോട് കർത്താവേ, ഇന്ന് പാടിയ ഓരോ വരികളും എൻ്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതലാക്കി തീർക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ആഗ്രഹിച്ച് ഞങ്ങൾ ഇന്ന് പാടുകയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഇന്ന് രാത്രി അനുഭവിച്ചറിഞ്ഞവരെല്ലാം ആ കരം ഉയർത്തി കർത്താവിനൊന്ന് മകത്വം കൊടുപ്പാൻ തക്കവണ്ണമിടയാകട്ടെ. വിടുവിപ്പാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യർക്ക് അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സാധ്യമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. കാരണം ഞാൻ പൂർണ്ണമായി എൻ്റെ കർത്താവ് ഞാൻ ആശ്രയം വെച്ചിരിക്കുകയാണ്. അവരുടെ സ്ഥിരം മാനസൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയം വയ്ക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, നിന്റെ ഹൃദയം സ്ഥിരതയുള്ളതാകട്ടെ, നിന്റെ മനസ്സ് സ്ഥിരതയുള്ളതാകട്ടെ, നിന്റെ ആത്മാവ് ദൈവവുമായി പറ്റിച്ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളാകട്ടെ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചെന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ ആക്കണമേ അപ്പാ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന, കർത്താവേ, സ്ഥിരമായ ഒരു ആത്മാവ്. ഏറി കുറഞ്ഞു പോകുന്ന ഒരു അനുഭവമല്ല. ഹല്ലേലൂയ. ചില സാഹചര്യം വരുമ്പോൾ ആരാധിക്കുന്ന പോലെയല്ല, പ്രതിസന്ധി വരുമ്പോൾ കരയുന്നത് പോലെയല്ല. സ്ഥിരതയോടെ നിൽക്കാൻ സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ മേലാക്കണമേ എന്ന്. ഹല്ലേലൂയ. A stable spirit, a stable one. Hallelujah. Holy Spirit is talking to somebody tonight. സ്ഥിരതയോടെ നിൽക്കാൻ കഴിയാത്ത ചില മേഖലകൾ, സ്ഥിരതയില്ലാത്ത ചില മേഖലകൾ ഇന്ന് രാത്രി എൻ്റെ അപ്പനൊന്ന് സ്പർശിക്കേണ്ടതിനായി ഹല്ലേലൂയ സ്ഥിരം മാനസൻ ഹൃദയമായി പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയം വയ്ക്കുമെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിൽ ആശ്രയം വയ്പ്പാൻ കഴിയുന്നെങ്കിൽ ആ കർത്താവിനൊന്ന് മകത്വം കൊടുത്തിട്ട് ഓ ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിച്ചതും ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനവും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തെ ഉളവാക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങളെ പൂർണ്ണമായി ഇന്ന് രാത്രി താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ദൈവമഹത്വത്തെ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പാടിയ പാട്ടുകളും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനകളും ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങളും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റത്തെ ഉളവാക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. സ്ഥിരമായി നിലനിൽപ്പാൻ, ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന രാത്രിയായി ഇന്ന് രാത്രി ഞങ്ങളെ മുറ്റുമായി ചാഴ്ത്തുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എന്ന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. സകലതും ജീവൻ വെച്ച യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദിവസത്തിൽ താണിരിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല മേഖലയ്ക്കകത്തും നമ്മളായിരിക്കാൻ തക്കവണ്ണം ഇടയായി. ജോലിയോടൊപ്പം അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കടന്നുപോയി പലപ്പോഴും തിരക്കിന്റെ അനുഭവത്തിലും വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനോ വേണ്ടതുപോലെ ദൈവസന്നിധി ജാഗരിപ്പാനോ നമ്മൾ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ മറ്റുള്ള ചിന്തയോടെ ഇരിക്കാതെ കർത്താവെ, ഇന്ന് രാത്രി എന്നോട് അങ്ങ് സംസാരിക്കണമേ എന്ന പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ കരം ഉയർത്തി കർത്താവിനൊന്ന് മകത്വം കൊടുക്കാമോ? ഇന്ന് രാത്രി കർത്താവേ, എന്നെ നിറയ്ക്കണമേ എന്ന് ഒരിക്കൽ കൂടെ വാ തുറന്നൊന്ന് പറയാൻ പറ്റുമോ? ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന ഭാഗത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടക്കാൻ പോകുകയാണ്. കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിപ്പാൻ തക്കവണ്ണമിടയാകട്ടെ. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുമ്പോൾ ഒരു തിരുവചന ഭാഗം വളരെ വേഗത്തിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനകത്ത് തന്നെ ഇരുപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിനാധാരമായിട്ട് ഒരു വചന ഭാഗം വായിക്കാം. 2 Corinthians chapter 5 verses 17. 2 Corinthians chapter 5 verses 17. Praise the Lord. Hallelujah. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. Therefore, if anyone is in Christ, he is a new creature. The old things passed away, because new things have come. Hallelujah. നമ്മുടെ കണ്ണുകളെ ഒരുമിച്ച് ദിവസത്തിൽ ഒരിക്കൽ കൂടെ അടയ്ക്കാം. കർത്താവിന്റെ രാത്രി നമ്മളോട് സംസാരിപ്പാൻ, നമ്മളെന്തെങ്കിലും ബലപ്പെടുത്താൻ, ആത്മാവിന്റെ ശക്തിയാൽ ബലത്താൽ കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതിനാൽ ഒരിക്കൽ കൂടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമിടയാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മെസ്സേജിന്റെ അനുഗ്രഹത്തിനായി ഡിക്ഷൻ ബ്രദർ നമുക്കോട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാനിടയാകട്ടെ. യേശുവേ, ഞങ്ങൾ സ്തോത്രിக்கிறோம் 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 കർത്താവേ. നല്ല ആണ്ടുകളെ இந்த மார்வேளைக்காக நாங்கள் ஸ்தோத்திரிக்கிறோம் துதிக்கிறோம் கர்த்தாவே. கிருபையினால் நாங்கள் நேரத்தில் நாங்கள் வந்து நிற்கிறோம் கர்த்தாவே. அதற்காக நாங்கள் ஸ்தோத்திரிக்கிறோம் 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 அப்பா. உடைய வல்லமையுடைய கிருபை அப்பா, உடைய தயவு இந்த இடத்துல இருந்தபடியாக உங்களுக்கு ஸ்தோத்திரம் 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 கர்த்தாவே. உடைய கிருபையினாலே எங்களை பலப்படுத்தும் ஆண்டவரே. உடைய கிருபையினாலே எங்களை பாதுகாத்துக் கொள்ளும், எங்களை அரவணைத்துக் கொள்ளும் அப்பா. அதற்காக ஸ்தோத்திரிக்கிறோம் ஸ்தோத்திரிக்கிறோம் ஸ்தோத்திரம் 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 அப்பா. இயேசுவே, நாங்கள் ஸ்தோத்திரிக்கிறோம் ஆண்டவரே. இந்த இடத்துல நாங்கள் ஒரு கூடுகையை நாங்கள் நடத்தினதை அறிவீர் அப்பா. இந்த கூடுகையை ஆசீர்வதிக்கும்படியாக நாங்கள் ஜெபிக்கிறோம் அப்பா. இந்த கூடுகையில் அநேகர் வந்து கலந்து கொள்ளும்படி, அநேகர் வந்து ஆசீர்வாதத்தை பெற்றுக் கொள்ளும்படி, தேவனுடைய கிருபை நிரம்பும்படியாக நாங்கள் ஜெபிக்கிறோம் அப்பா. தேவனே ஸ்தோத்திரம். எங்கே ஸ்துதி உண்டோ அங்கே கிருபை உண்டு, ஆசீர்வாதங்கள் உண்டு அப்பா, விடுதலை உண்டு, அற்புதங்கள் உண்டு அப்பா. அப்படியே அதற்காக உங்களை ஸ்தோத்திரிக்கிறோம் அப்பா. இந்த இடங்களில் ஒரு அற்புதங்கள் நடைபெறட்டும் அப்பா. அநேக ஜனங்கள் இதை கண்டுகொள்ளட்டும். அதற்காக உங்களை ஸ்தோத்திரிக்கிறோம் ஆண்டவரே. இயேசுவே, நாங்கள் உங்களை ஸ்தோத்திரிக்கிறோம் 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 கர்த்தாவே. நன்றியோடு நாங்கள் உங்களை ஸ்தோத்திரிக்கிறோம் அப்பா. வந்திருக்கிற ஒவ்வொருவருக்காக நாங்கள் உங்களை ஸ்தோத்திரிக்கிறோம் அப்பா. வந்திருக்கிற ஒவ்வொருவரையும் பலப்படுத்தும், நீர் ஆசீர்வதிக்கும்படியாக நாங்கள் ஜெபிக்கிறோம் அப்பா. உம்முடைய கிருபையினால் எங்களை மூடி மறைத்துக் கொள்ளும்படியாக நாங்கள் ஜெபிக்கிறோம். இந்த இடங்களில் அப்பா உம்முடைய வல்லமையை வெளிப்படும்படியாக ஜெபிக்கிறோம். இந்த தேசத்தில் அப்பா இந்த இடத்தில் இப்படி ஒரு ஆராதனை நடக்கிறது என்பதை அறிந்திருக்கிறீர் அப்பா. இந்த ஜனங்கள் அறியட்டும் அப்பா. ஒவ்வொரு ஜனங்கள் மேலும் இது காணட்டும் அப்பா. அதற்காக நாங்கள் உம்மை ஸ்தோத்திரிக்கிறோம் ஸ்தோத்திரிக்கிறோம் அப்பா. எக்ஸ்போர்ட் கவுண்டிலே உம்முடைய ஆசீர்வாதம் நிறைக்கட்டும் அப்பா. ஒரு அற்புதங்கள் இந்த கூடியின் மூலம் வெளிப்படும்படியாக நாங்கள் ஜெபிக்கிறோம். அநேக ஜனங்கள் இந்த இடத்தில் வந்து ஆராதிக்கவும் துதிக்கவும் உம்முடைய வல்லமையை காணவும் நீ கிருபை செய்யும்படியாக நாங்கள் ஜெபிக்கிறோம் அப்பா. அதற்காக ஸ்தோத்திரிக்கிறோம் ஸ்தோத்திரிக்கிறோம் அப்பா. நடந்துகிற சகோதரர்களுக்காக ஜெபிக்கிறோம் ஆண்டவரே. ஆண்டவரே, உம்முடைய பிரயாசங்களை நீர் ஆசீர்வதிக்கும்படியாக நாங்கள் ஜெபிக்கிறோம் அப்பா. ஆண்டவரே, அநேக வேலைகள் மத்தியில் கர்த்தாவே உமக்காக நின்று ஆண்டவரே, ஆண்டவரே உமக்காக தியாகமாய் செய்த ஊழியர்கள் ஆசீர்வதிக்கப்படும்படியாக நாங்கள் ஜெபிக்கிறோம் அப்பா. ஆண்டவரே, உமக்கு ஸ்தோத்திரம் 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 அப்பா. உம்முடைய கிருபையினாலே எங்களை நிறைத்துக் கொள்ளும் அப்பா. இந்த ஆராதனை வேளையில் அப்பா உம்முடைய வல்லமையுடைய கரம் எங்கள் ஒவ்வொருவரையும் ஆட்கொள்ளும்படியாக நாங்கள் ஜெபிக்கிறோம். தேவ ஆவியானவர் இடத்தில் அசைவாடும்படியாக நாங்கள் ஜெபிக்கிறோம் அப்பா. உம்முடைய கிருபையினால் நாங்கள் நிலை நிற்கும்படியாக ஆண்டவரே நீர் கிருபை செய்யும்படியாக நாங்கள் ஜெபிக்கிறோம். தொடர்ந்து இந்த கிருபையை ஆசீர்வதித்து நீ தரும்படியாக இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம் நல்ல பிதாவே. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടി ഒന്ന് മഹത്വം കൊടുക്കാമല്ലോ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു വരികളൊന്നും നമ്മൾ ഒരുമിച്ച് ചേർന്നൊന്ന് പാടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവസ്ഥാനിച്ച് നമ്മുടെ നടുവിൽ ചലിപ്പാനൊക്കെ ഇടയാകട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മളോട് ഇന്ന് രാത്രി ഇടപെടുന്ന നിമിഷമായി ചെയ്യാനൊക്കെ ഇടയാകട്ടെ. ഹല്ലേലൂയ. വിശുദ്ധരോട് പാടി സഹായിക്കും.
ജീവന്റെ മൊഴികൾ ക്രിസ്തുവിന്റെ അടുക്കൽ മാത്രമാണുള്ളതെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞപ്പോ കർത്താവ് ഇങ്ങനെ ചോദിച്ചത്, പത്രോസ് നീയും എന്നെ വിട്ടു പോകുന്നില്ലേ എന്ന് ചോദിച്ചു. പത്രോസ് ഒറ്റ കാര്യമാണ് പറഞ്ഞപ്പോ, നിത്യജീവന്റെ മൊഴികൾ അങ്ങിൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് അങ്ങേ വിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റും. ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുമ്പോൾ എത്ര പേർക്ക് അങ്ങനെയൊന്ന് പറയാൻ പറ്റും? കർത്താവേ, നിത്യജീവൻ എൻ്റെ ഉള്ളിലാക്കി വയ്ക്കാൻ, എൻ്റെ മേൽ ആ അഭിഷേകം പകരാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ, വായി തുറന്നൊന്നും പറയാൻ പറ്റുമെങ്കിൽ ഇത് രാത്രിയോട് പറഞ്ഞേ. പ്രതിസന്ധികൾ ഏറി വന്നോട്ടെ, കഷ്ടതകൾ ഏറി വന്നോട്ടെ, അല്ലെങ്കിൽ നിനക്ക് മടുപ്പുണ്ടാക്കുന്ന ചില മേഖലകൾ വെളിപ്പെട്ടോട്ടെ. പക്ഷേ പത്രോസ് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയോട് പറയാൻ എത്ര തയ്യാറാണ്? അല്ലെങ്കിൽ അപ്പ നിത്യജീവന്റെ മൊഴികൾ അങ്ങേ മാത്രമേ ഉള്ളൂ കർത്താവേ. ഹല്ലേലൂയ, എനിക്ക് അങ്ങേ വിട്ടു പോകാൻ പറ്റത്തില്ലെന്ന് ഇന്ന് രാത്രി പറയാൻ പറ്റുമെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടെ ആ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തിയൊന്ന് പറയാൻ പറ്റുമെങ്കിൽ അപ്പാ അങ്ങേ വിട്ട് ഞങ്ങൾ എങ്ങും പോകില്ല. പോകാൻ പറ്റത്തില്ല കർത്താവേ. ആ സാന്നിധ്യമാണ് കർത്താവേ ഞങ്ങളെ നടത്തുന്നത്. ആ കൃപയാണ് കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തുന്നത്. ആ ദൈവശക്തിയാണ് കർത്താവേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബലം പകരുന്നത്. ഇന്ന് രാത്രി പറയാൻ പറ്റുന്നവർ ആത്മാവിലെന്ന് പറഞ്ഞ് ആ നിത്യജീവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി എന്ന് വെളിപ്പെടാൻ ഇടയാകട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം പ്രാപിച്ചവരിന്ന് രാത്രിയെ കർത്താവിന്റെ ശബ്ദം ഉയർച്ചുകൊണ്ട് മഹത്വം കൊടുക്കാനിടയാകട്ടെ. മടുപ്പുളവാക്കുന്ന മേഖലകൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. പലരും ദൈവത്തെ വിട്ടുപോയപ്പോൾ, പലരും യേശുവിനെ വിട്ടകന്നു മാറിയപ്പോൾ, സാഹചര്യം നോക്കി ഹല്ലേലൂയ ദൈവം ക്രൂശിക്കപ്പെടാൻ പോകുകയാണെന്ന് താൻ തന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ പലരും തന്നെ വിട്ടു മാറിപ്പോകാൻ ഇടയായിച്ചു. പത്രോസ് പറയുകയപ്പ, ഇനി എന്തു വന്നാലും എനിക്ക് അങ്ങേ വിട്ട് കടന്നു പോകാൻ പറ്റത്തില്ല. ദൈവസാന്നിധ്യം പ്രാപിച്ചവർക്ക് ആ വെളിപ്പാടിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ചിലരെ ആ വെളിപ്പാടിനകത്തേക്ക് പരിശുദ്ധാത്മാവ് കയറ്റാൻ പോകുകയോ വിശ്വസിക്കുന്നെങ്കിൽ ആ കർത്താവിനൊന്ന് മകച്ചപ്പെടുന്നത് പറഞ്ഞ് അല്ലെങ്കിൽ മടുപ്പിക്കുന്ന മേഖലകൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. അല്ലെങ്കിൽ അതിന്റെ ദൈവസന്നിധി വിട്ട് അകറ്റിക്കളയുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ അതേ കാലമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ മടുപ്പിക്കുന്ന മേഖലകൾ അഴിഞ്ഞു മാറാം. ഇന്ന് രാത്രി ആ കരകൾ അടിച്ചു കർത്താവിനൊന്ന് മകച്ചു കൊടുക്കാൻ പറ്റുന്നവർ ശക്തിയോടെ ചില മേഖലകളെ വിശ്വാസത്തിന്റെ ആത്മതരങ്ങളെ തുറന്ന് ഓ ദൈവത്താൽ രാത്രി ഞാൻ മതിൽ ചാടി കടക്കുകയാണ്. പ്രതിസന്ധികളെ ജയിക്കുകയാണ്. തിരുവചനത്തിന്റെ ശക്തിയാണ്. ആത്മാവിന്റെ സാന്നിധ്യത്താൽ ഇന്ന് രാത്രി ബലം പ്രാപിക്കുകയാണ്, ശക്തി പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ അകത്താക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു മേഖലയിലാണ് ഉയർച്ച താഴ്ചകൾ നമ്മളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അകറ്റിക്കളയാൻ തക്കവണ്ണം ഇടയാകാം. ഹല്ലേലൂയ. പത്രോസ് പ്രാപിച്ചതുപോലെ ഒരു വെളിപ്പാട് പ്രാപിച്ചാൽ പ്രതിസന്ധിയുടെ നടുവിലും അല്ലെങ്കിൽ ഉഷ്ണം അനുഭവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ താഴ്ച അനുഭവിക്കുന്നത് പോലെ, വരൾച്ച അനുഭവിക്കുന്നത് പോലെ ചില മേഖലകൾ വെളിപ്പെടുമ്പോഴും നീ വെളിപ്പാടിനകത്താ നിൽക്കുന്നതെങ്കിൽ ഈ ദൈവസന്നിധിയിൽ നിന്ന് നിന്നെ അകറ്റിക്കളയാൻ ഒന്നിനും കഴിയത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ആ കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിട്ട് പറഞ്ഞ് പത്രോസ് പറഞ്ഞതുപോലെ നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് പറഞ്ഞേ. ഹല്ലേലൂയ. നിന്നെ വിട്ട് എങ്ങും ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുമിച്ച് തിരുവചന ഭാഗത്തിലേക്ക് ഒരുമിച്ചൊന്ന് കടക്കാൻ പോകുകയാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ തക്കവണ്ണം ഇടയാകും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ താണ്ടിരിക്കാം. ദൈവവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി നമുക്ക് ഒരുമിച്ച് ആഗ്രഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വചന ഭാഗത്തിനകത്തേക്ക് നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ പ്രവേശിക്കാം. 2 Corinthians chapter 5 verses 17 ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ.
ആമേൻ. ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുമിച്ച് എന്നോട് ചേർന്ന വചനഭാഗം ഒന്ന് പറയാൻ പറ്റുമോ? ഒരുത്തൻ ക്രിസ്തുവിലായ പറഞ്ഞു അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ വചനഭാഗത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടക്കാൻ പോകുകയാണ്. തിരുവചനത്തിന്റെ ആഴങ്ങൾ നമ്മളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്നെ സംസാരിപ്പാനിടയാകട്ടെ. ഇന്ന് രാത്രി എൻ്റെ നാവും എൻ്റെ ഹൃദയവും എൻ്റെ ചിന്തകളും എൻ്റെ ഈ ശബ്ദവും കർത്താവിന്റെ കരത്തിൽ ഞാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് തന്നെ എൻ്റെ നാവിൽ കൂടെ നിങ്ങളോട് സംസാരിപ്പാനിടയാകട്ടെ. കർത്താവിന്റെ കൃപ നമ്മളോട് വ്യക്തമായി വചനത്തിന്റെ ആഴങ്ങളിൽ കൂടെ ഇടപെടാൻ തക്കവണ്ണം ഇടയാകുന്ന നിമിഷമാകേണ്ടതിനായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. 1 കൊരിന്ത്യർ നമ്മൾ പഠിക്കുമ്പോഴും 2 കൊരിന്ത്യർ നമ്മൾ പഠിക്കുമ്പോഴും ഒരു പുതിയ സൃഷ്ടിയെ പറ്റിയും പുതിയ സൃഷ്ടിയുടെ തലങ്ങളെ പറ്റിയും വചനത്തിനകത്ത് പൗലോസ് വ്യക്തമായി വരച്ചു കാണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ ആധികാരികമായി പഠിക്കുമ്പോൾ അതിനകത്ത് താക്കോൽ വാക്യം എന്ന് പറയുന്ന ഒരു വചനഭാഗത്തെയാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിപ്പാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. Therefore, if anyone is in Christ, he is a new creature. ആമേൻ പറയാൻ പറ്റുന്നവർ ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. The old things passed away. Behold, a new things have come. ഹല്ലേലൂയ. അതായത് വ്യക്തമായി പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിലേക്ക് അവൻ കയറി കഴിഞ്ഞാൽ അവൻ പുതിയൊരു സൃഷ്ടിയായി തീരാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരുവൻ പുതിയ സൃഷ്ടി ആകപ്പെടണമെങ്കിൽ അവന് പഴയതായ ഒരു സൃഷ്ടിത്വം അല്ലെങ്കിൽ പഴയതായ ഒരു അവസ്ഥ അവന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പെന്തക്കോസ്ത് അനുഭവത്തിനകത്ത് നിൽക്കുന്നവരല്ലേ? പുതിയ ആത്മാവിനെ പ്രാപിച്ചവരാ, പുതിയ അഭിഷേകം പ്രാപിച്ചവരാ. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എനിക്കും നിങ്ങളോടൊപ്പം ചേർന്ന് പറയാൻ പറ്റും, പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പഴയ ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ അതിൽ AD എന്നും BC എന്നും കാലഘട്ടത്തെ തിരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം ഒരു വേർതിരിവിനെ കൊണ്ടുവരുവാനൊക്കെ ഉടമ്പടിയായി. അങ്ങനെയെങ്കിൽ കരമുയർത്തി കർത്താവിന് മകത്വം കൊടുക്കാൻ പറ്റും. ഹല്ലേലൂയ. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പെന്തക്കോസ്ത് അനുഭവത്തിനകത്താണ് നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും ക്രിസ്തുവിനെ തിരിച്ചറിയാനും ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അറിയാനും ക്രിസ്തുവിൽ വസിക്കാനും കഴിയുന്ന ഒരു കാലം നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കരമുയർത്തി കർത്താവിനൊന്ന് മകത്വം കൊടുത്തിട്ട് പറഞ്ഞ്, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഞാൻ ക്രിസ്തുവിൽ ആകുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോ ADക്കും BCക്കും കാലഘട്ടത്തിനെ രണ്ടായി വിഭാഗിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ വചനത്തിനകത്തുകൂടെ നമുക്കൊന്ന് കാണാൻ പറ്റുമെങ്കിൽ അതിലെ ബിഫോർ ക്രൈസ്റ്റ് ഹല്ലേലൂയ കാലം പോലും അപ്രകാരം തിരിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം, ക്രിസ്തുവിലായത് മുതൽ എന്റെ ജീവിതത്തിന്റെ ഏടുകൾക്കൊരു മാറ്റം സംഭവിക്കാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. സംഭവിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എവിടെയാണ് എനിക്ക് ക്രിസ്തുവിനകത്ത് നിൽക്കാൻ കഴിയാത്തത്? ഹല്ലേലൂയ. ഈ രാത്രി തിരുവചനത്തിന്റെ ഭാഗത്തിനകത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ അവൻ പുതിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കത്തുള്ളൂ, പുതിയൊരു സൃഷ്ടിയായി തീരത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിനക്ക് പുതിയൊരു അനുഭവത്തിലും പുതിയ വിശ്വാസത്തിന്റെ തലത്തിലും പുതിയ കൃപയിലും പുതിയ അഭിഷേകത്തിലും അങ്ങനെ ക്രിസ്തുവിനകത്ത് നിനക്ക് ചലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ട്, അപ്പാ, എന്റെ ജീവിതത്തിനകത്ത് എവിടെയാണ് ഞാൻ ക്രിസ്തുവിൽ നിന്ന് അകന്ന് നിൽക്കുന്നതെന്ന് ഇന്ന് രാത്രി എന്നോട് പരിശുദ്ധാത്മാവൊന്ന് ഇടപെടണമേ എന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ചില നിമിഷങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ രാത്രി നമ്മളോട് സംസാരിക്കാൻ പോകുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ഇടയ്ക്കൊക്കെ ചോദിക്കും, കർത്താവേ, പുതിയ
പുതിയ സൃഷ്ടിത്വത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ സൃഷ്ടിപ്പിലേക്ക് എൻ്റെ ജീവിതവും കടന്നു വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴൊക്കെയോ ദൈവസന്നിധി വിട്ട് പുറകോട്ട് പോകുന്ന ഒരു മേഖല പലപ്പോഴും വെളിപ്പെടാറുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധി വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാതെ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ, ദൈവസന്നിധിയിലായിരിക്കാൻ പറ്റാതെ, ലോകപരമായ ചിന്തകൾക്കകത്തുകൂടെ അല്ലെങ്കിൽ നീ കയറിയിറങ്ങി പോകുന്നെങ്കിൽ ഇന്ന് രാത്രി ദാവീദ് ചോദിച്ചതുപോലെ ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞപ്പോ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ അകത്തങ്ങ് സൃഷ്ടിക്കണമേ എന്ന് ആത്മാവിനൊന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വീണ്ടും വ്യക്തതയോടെ വിളിച്ചു പറയട്ടെ, നിന്നെ ഒരു പുതിയൊരു അനുഭവത്തിനകത്ത് നിർത്താൻ ഈ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് ഇങ്ങനെ എഴുതി വെപ്പാൻ തക്കവണ്ണം ഇടയായി. ആദിമ മനുഷ്യൻ ആദാമിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ആ വചനഭാഗം ഒന്ന് വായിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീരാൻ തക്കവണ്ണം ഇടയായി. കർത്താവിനോട് പറഞ്ഞൊരു കാര്യമില്ല, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവന്റെ ഭൗതിക ശരീരമാകുന്ന അല്ലെങ്കിൽ മാംസമാകുന്ന ശരീരത്തെ ആത്മാവിന്റെ ഒരു അനുഭവത്തിലേക്ക് എന്റെ കർത്താവ് കൊണ്ടുവന്ന് നിർത്താൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെയെങ്കിൽ ആ വചനത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീരാൻ തക്കവണ്ണം ഇടയായി. ഒന്നാമത്തെ ആദാമിനെ നമുക്കറിയാം, ഏദൻ തോട്ടത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ട ആദാം, ഹല്ലേലൂയ, തന്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ച് അവനിലേക്ക് തന്റെ ജീവന്റെ ആത്മാവിനെ ഊതിക്കയറ്റി ഒരു ജീവനുള്ള ദേഹിയായി കർത്താവ് തീർത്തു. പക്ഷേ ഹല്ലേലൂയ, നമുക്കറിയാം അവന്റെ ശരീരം ഈ ലോകത്തോട് അനുരൂപമായി തീരുന്നത് പോലെ ചില മേഖലകൾ വെളിപ്പെട്ടപ്പോൾ ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്ന ഒരു മേഖല ആദാമിനെ സൃഷ്ടിച്ചാക്കി വെച്ച ഏദൻ തോട്ടത്തിനകത്ത് വെളിപ്പെടാൻ തക്കവണ്ണം ഇടയായി. പക്ഷെ കർത്താവ് പറയുക, ഇല്ല ആദാമേ, നിന്നിൽ തുടങ്ങി വെച്ച പാപത്തിന്റെ അനുഭവത്തെ ആത്മാവാകുന്നവനായ ക്രിസ്തുവിനെ കൊണ്ട് തന്നെ രണ്ടാമത്തെ ഒടുക്കത്തെ ആദാമായി വെളിപ്പെട്ട ക്രിസ്തുവിൽ കൂടെ അതൊരു ആത്മാവിന്റെ ദേഹിയായി മാറ്റാൻ എന്റെ കർത്താവിനെ ഈ ലോക ചരിത്രത്തിനകത്തു തന്നെ AD എന്നും BC എന്നും സ്വർഗം തിരിച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളായ നിങ്ങളുടെ മേലും എന്റെ കർത്താവ് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തെ ക്രിസ്തുവിൽ കൂടെ നൽകിത്തരാൻ തക്കവണ്ണം ഇടയായെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് കരമുയർത്തിയ കർത്താവിനോട് വചനം കൊടുക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. അതിന്റെ 46-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, 1 Corinthians chapter 46 ഇങ്ങനെ, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. പറഞ്ഞതിന് ശേഷം നമുക്കിതിനെ ആഴമായിട്ട് ചില വചനഭാഗങ്ങളിൽ കൂടി ഒന്ന് കടന്നുപോയി ധ്യാനിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. വ്യക്തമായി പറയുന്നു 46-ാം വാക്യം, എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേത് വരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതം ക്രിസ്തുവിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ഇൻ ക്രൈസ്റ്റ്, വ്യക്തമായി പറയുന്നു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, ലോകപരമായി ജനിക്കപ്പെട്ട ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ലോകപരമായി തന്നെയായിരിക്കും, അല്ലെ? ഹല്ലേലൂയ. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ നമ്മൾ പഠിച്ചു നോക്കിയാൽ, നമ്മുടെയൊക്കെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ആത്മീയനാണോ പ്രാകൃതനാണോ? ഹല്ലേലൂയ. എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നമ്മൾ ആത്മീയ മനുഷ്യനാണോ അതോ പ്രാകൃത മനുഷ്യനാണോ? പ്രാകൃത മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ലോകമോഹം എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ആത്മീയ മനുഷ്യന്റെ അകത്ത് എപ്പോഴും ആത്മാവിനോടുള്ള ദാഹവും ഒരു അറ്റാച്ച്മെന്റും ആയിരിക്കും.
വ്യക്തമായ വചനഭാഗം ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. അതിന്റെ 45-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. And so it is written, the first man Adam was made a living soul, the last Adam was made a quickening spirit. ഹല്ലേലൂയ. വ്യക്തമായി പറഞ്ഞാൽ പ്രാകൃത മനുഷ്യനും ആത്മീയനും, ഹല്ലേലൂയ, ഇതാണ് ക്രിസ്തുവും പ്രാകൃത മനുഷ്യനായിരിക്കുന്ന നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. ആദാമിനെയും യേശുവിനെയും പറ്റി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. ആദാം പ്രാകൃത മനുഷ്യനാണ്. അവൻ പാപത്തിന് അഡിക്റ്റ് ആകും. ഹല്ലേലൂയ. അവൻ പാപത്തിനകത്ത് വീണു പോകും. പക്ഷേ ക്രിസ്തുവിനെ പറ്റി പറയുക, ഇനി ഏത് കാലഘട്ടത്തിനകത്തുകൂടെ സാഹചര്യത്തിനകത്തുകൂടെ ക്രിസ്തു കടന്നുപോയാലും തന്റെ ജീവിതത്തിനകത്ത് പാപം ഏശത്തില്ല. ഇതാണ് ക്രിസ്തുവിലും അല്ലെങ്കിൽ ആദാമിലുമുള്ള മാസത്തിന്റെ വ്യത്യാസം. ഹല്ലേലൂയ. ആദാം പാപം ചെയ്യുന്ന പ്രാകൃത മനുഷ്യനാണ്. അവൻ ലോകത്തിലെ ദാഹത്തിലും ലോകത്തിലെ വിശപ്പിനകത്തും ഓടിക്കൊണ്ടിരിക്കുന്നവനാണ്. പക്ഷേ ക്രിസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതം ആത്മീകമായ അനുഭവത്തിൽ കൂടെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കിയാൽ ആത്മാവിൽ ജനിക്കപ്പെട്ടവൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചൊരു ഭാഗമാണ് ആത്മാവിൽ ജനിക്കപ്പെട്ടവനാണ് നമ്മുടെ ക്രിസ്തു. അങ്ങനെയെങ്കിൽ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയിരിക്കുമ്പോൾ അതിന്റെ 46-ാം വാക്യം, എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. അപ്പോ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു പ്രാകൃതമായ മാനുഷിക അനുഭവത്തിലാണ് ജനിക്കുന്നത്. അതായത് പാപത്തിൽ കൂടെ ജനിക്കപ്പെട്ടു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തെ ആത്മീയമായ അനുഭവത്തിലേക്ക് മാറ്റാൻ ക്രിസ്തുവിലേക്ക് അവൻ കടന്നു വരേണ്ടത് ആവശ്യമാണ്. പ്രാകൃത മനുഷ്യന്റെ അവസാനം ഈ ലോകത്തിലാണ്. പക്ഷെ ആത്മീയ മനുഷ്യന്റെ അവസാനം ഈ ലോകത്തിലല്ല, അത് നിത്യയിലേക്കുള്ള പ്രവേശനമാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പത്തക്കവണ്ണം ഇടയാകട്ടെ. അതിന്റെ 47-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. ഹല്ലേലൂയ. ഈ വചനത്തിൽ ഒരു ആമേൻ എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ എന്താ ഈ ഇൻട്രൊഡക്ഷൻ പറയുന്നത് അറിയാമോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ആത്മാവിലൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞു പോകുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവന്റെ രീതി മാറും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന്റെ സ്വഭാവം മാറും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന്റെ പ്രാർത്ഥനയുടെ രീതികൾ മാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം കൂടെ വിളിച്ചു പറയാം. അതായത് വ്യക്തമായി പറയുന്നു, മണ്ണുകൊണ്ടുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെയും സ്വർഗീയനായവൻ സ്വർഗീയനെ പോലെയും ആയിത്തീരുമെങ്കിൽ, ഇന്ന് രാത്രി നമ്മൾ കുറിവാക്യമായി വായിച്ച വചനഭാഗത്തിനകത്ത് വ്യക്തമായി പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ. അതിന്റെ 49-ാം വാക്യം, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഹല്ലേലൂയ. അതിന്റെ 50-ാം വാക്യം വായിക്കുന്നു, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്വത്തെയും അവകാശമാക്കുക ഇല്ല എന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം മാത്രമാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നിന്ന് വായിപ്പാണ്ടക്കവണ്ണം ആഗ്രഹിച്ചത്. വ്യക്തമായി പഠിച്ചാൽ അല്ലെങ്കിൽ ആദാമാകുന്ന ഒന്നാം മനുഷ്യൻ പ്രാകൃത മനുഷ്യനായിരുന്നു എന്ന് വചനം വ്യക്തമായി നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. So the first man Adam was a worldly man. ഹല്ലേലൂയ. അവൻ ലോകപരമായ മനുഷ്യനാണ്. പക്ഷേ ക്രിസ്തു ആത്മീയനായിരിക്കുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിനെ പോലെ സ്പിരിച്വലായി മാറുന്നൊക്കെ ഇടയാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. He is no more worldly. He is no more carnal. He is no more sinful. But he is
ഹല്ലേലൂയ. ആ നിമിഷം മുതൽ അവനൊരു വിശുദ്ധനായി തീരും, അവനൊരു ആത്മീയനായി തീരും. He will become a spiritual person. അപ്പോ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനും ഒരു സ്പിരിച്വലായ മനുഷ്യനായി തീരുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ക്രിസ്തുവിൽ ആണോ അല്ലയോ? ഹല്ലേലൂയ. കർത്താവിനോട് പലരും വന്ന് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. കർത്താവേ, സ്വർഗരാജ്യത്തിനകത്ത് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും? സ്വർഗരാജ്യത്തിനകത്ത് എങ്ങനെ കടക്കാൻ പറ്റും? എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? എങ്ങനെ വിശ്വാസത്തിൽ വർദ്ധിക്കാൻ പറ്റും? കർത്താവ്, ആത്മാവാകുന്ന കർത്താവ് തന്നെ വ്യക്തമായി അവരോട് സംസാരിച്ചിട്ടുള്ള പല ഭാഗങ്ങളുമുണ്ട്. നമുക്കെല്ലാം അതൊക്കെ ആധികാരികമായി പഠിച്ചിട്ടുള്ളവരാ, അതൊക്കെ ഹൃദയത്തിനകത്ത് ആഴമായി വിശ്വസിക്കുന്നവരാണ്, അതിനെ കൊണ്ട് നടക്കുന്നവരാ. പക്ഷെ ഇന്ന് രാത്രി ചില ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് ധ്യാനിപ്പാനൊക്കെ വണ്ണം ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളോട് സംസാരിപ്പാനൊക്കെ വണ്ണം ഇടയാകട്ടെ. ഞാൻ ഇൻട്രൊഡക്ഷനായി പറഞ്ഞ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നും പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നും തിരുവചനത്തിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലതൊക്കെ വിടേണ്ടത് വിട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വിടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊരു ആത്മമനുഷ്യനാണെന്ന് സ്വർഗത്തിന്റെ വചനമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനോ അതിനകത്ത് ഉറയ്ക്കാനോ കഴിയത്തില്ല. ഇത് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും മേഖല ദൈവ സാന്നിധ്യം വിട്ട് നമ്മൾ മാറിപ്പോകുന്ന മേഖലകൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, സ്ഥിരമായി നിലനിൽക്കാൻ കഴിയാത്ത മേഖല വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനോട് പറഞ്ഞേ, അപ്പാ, എന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ കണ്ടെത്തിയ നാൾ മുതൽ ഇന്ന് വരെ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഏതൊക്കെയോ മേഖലകളിൽ ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്ന ആത്മീയ മനുഷ്യനാകാത്തൊരു മേഖലയ്ക്കകത്തേക്ക് ലോകപരമായി സഞ്ചരിച്ച ചില മേഖലകൾ എന്റെ ജീവിതത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം എന്റെ കർത്താവ് നൽകി തരണമേ എന്നൊന്ന് പ്രാർത്ഥിപ്പാനൊക്കെ വണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ ആധികാരികമായി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ God has made man with his hand. ഹല്ലേലൂയ. മണ്ണിൽ നിന്ന്, പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചെടുപ്പാനൊക്കെ വണ്ണം ഇടയായി. അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഒരു വചന ഭാഗം ഒന്ന് വായിപ്പാനൊക്കെ വണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചു. യെശയ്യാവ് 64:8. Isaiah chapter 64 verses 8. But now, O Lord, you are our Father. We are the clay, you are our potter, and all we are the work of your hand. ഹല്ലേലൂയ. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒറ്റക്കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായി ചലിക്കേണ്ട ഒറ്റക്കാര്യം, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്താൽ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയാകണം. ലോകം പഠിപ്പിക്കുന്നത് എന്താ പറയുന്നത്? ഹല്ലേലൂയ, ഇത് ദൈവത്തിന്റെ സൃഷ്ടിയൊന്നുമല്ല, ദൈവം സൃഷ്ടിച്ചൊന്നുമല്ല. ഇത് ശാസ്ത്രപരമായി കുരങ്ങൻ മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നു, ഹല്ലേലൂയ, സയന്റിഫിക് ആയ ഒത്തിരി തെളിവുകളും ഒക്കെ പറയുന്നുണ്ടല്ലേ. പക്ഷേ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ കരവിരുതാണ്. ഹല്ലേലൂയ. ഒരാമേൻ പറയാൻ പറ്റുമോ? വചനത്തിനകത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്, കർത്താവേ, നീ ഞങ്ങളുടെ പിതാവാണ്. യെശയ്യാ പ്രവചന പുസ്തകം ഇങ്ങനെ പറയുന്നത്, എങ്കിലും യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവരുമാകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ഹല്ലേലൂയ. But now, O Lord, thou art our Father. We are the clay, and thou our potter, and we all are the work of thy hand. Hallelujah. ദൈവത്തിന്റെ കൈപ്പണി അത്രേ എന്ന് യെശയ്യാ പ്രവാചകൻ നമ്മളെ പറ്റി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വരെ നമ്മൾ ആധികാരികമായി പഠിക്കുമ്പോൾ
ഈ ലോക സൃഷ്ടിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന പ്രതിസന്ധിയും അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളും അവർ പാപത്തിന് പരിഹാരമായി ചെയ്യേണ്ട പ്രവൃത്തികളും ക്രിയകളും ഒക്കെ ദൈവം നമ്മൾക്ക് അല്ലെങ്കിൽ പുറപ്പാട് തൊട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് സംസാരിച്ച് ന്യായപ്രമാണത്തെയും കൊടുത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ തക്കവണ്ണം അവർക്ക് ഒരുക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ യെശയ്യാപ്രവാചകൻ പറയാ, എന്തൊക്കെ ചെയ്തിട്ടും ഈ മനുഷ്യൻ പ്രാകൃത മനുഷ്യനായി തന്നെയാണ് ജീവിക്കുന്നത്, അല്ലെ? ഹല്ലേലൂയ. പാപത്തിനകത്ത് തന്നെയാണ് ഇവന്റെ ജീവിതം. ഹല്ലേലൂയ. പാപം ചെയ്യുന്നതിനനുസരിച്ച് മനുഷ്യൻ മൃഗങ്ങളെ കൊന്നൊടുക്കുന്നതല്ലാതെ യാതൊരു മാറ്റവും മനുഷ്യർക്ക് സംഭവിക്കുന്നില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്യുന്നവൻ പാപത്തിന് തക്കതായ യാഗം കഴിപ്പാന്നൊക്കെ ഇടയാകണം. പക്ഷേ വചനം പഠിപ്പിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇനി ഇവർ യാഗം കഴിച്ചിട്ട് ഒരു കാര്യമില്ല, ഇവരുടെ യാഗത്തിലൊന്നും ഞാൻ പ്രസാദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം ചെയ്യാൻ തക്കവണ്ണം ഇടയാകണം, ഇവർ എന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണാണെന്നും ഞാനാണ് ഇവരെ മെനഞ്ഞതെന്നും ഇവർ ഒന്ന് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം ചില പ്രവൃത്തികൾ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു സറണ്ടറിംഗ് മൈൻഡിലേക്ക് ഇന്ന് രാത്രി കടന്നു വരാൻ തക്കവണ്ണം ഇടയായാൽ ദൈവം ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഈ വിട്ടുകൊടുക്കാനും ഏൽപ്പിച്ചു കൊടുക്കാനും കഴിയാത്ത മേഖലയ്ക്കകത്ത് ദൈവത്തിന് ഒരു പ്രവൃത്തിയും ചെയ്യാനില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ, if you are ready to surrender and if you believe the Father is your own Father and you are in His mighty hand and you are like a clay, He can mold you and bring you up like a new creature. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായി ആത്മാവ് ചലിക്കാൻ തുടങ്ങിയ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, ഓ യു ആർ ബിക്കം എ ന്യൂ ക്രിയേഷൻ. ഹല്ലേലൂയ. നീ ഒരു പുതിയ ക്രിയേഷനായി, നീ ഒരു പുതിയ സൃഷ്ടിപ്പായി എന്റെ ക്രിസ്തുവിനകത്ത് നീ പുറത്തു വരാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന കാര്യം വ്യക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കയറി ഇറങ്ങി വളരെ വേഗത്തിൽ മുമ്പോട്ട് കടന്നു പോകാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. ആമേൻ. ഹല്ലേലൂയ. അവിടെ നിൽക്കണേ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യം, എങ്ങനെയാ നീ ഒരു പുതിയ സൃഷ്ടിയാകുന്നത്? ഇത് മനസ്സിലാക്കി കൊടുക്കാൻ യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നെ ചിലത് കാണിച്ചു തരാൻ തക്കവണ്ണം കുശവന്റെ ആ കളിമണ്ണ് കൊണ്ട് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആലയത്തിനകത്തേക്ക് നീ ഒന്ന് കയറി ചെല്ലണം. ഇങ്ങനെ പറയുക, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അപ്പോ ഒരു കാര്യം ആഴമായി മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ വചനത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡം ധരിച്ചു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അതാണ് ക്രിസ്തു. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം വചനം വിട്ട് ഒരു പ്രവൃത്തി ചെയ്യത്തില്ല. ഹല്ലേലൂയ. അതായത് ക്രിസ്തു ഇല്ലാതെ ഒരു പ്രവൃത്തിയും സൃഷ്ടിപ്പിനകത്തില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, എന്റെ അപ്പൻ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാത്ത ഒരു മേഖലയ്ക്കകത്തും ഒരു പ്രവൃത്തിയും നടക്കത്തില്ല. വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പോടെ പറയുന്നത് അറിയാമോ? തിരുവചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്, സകല സൃഷ്ടിയും ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ. സകലതും അവൻ മുഖാന്തരം ഉളവായി, സകലതും അവന് വേണ്ടി ഉളവാകപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വചനമായി നിൽക്കുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, യെരമ്യാ പ്രവാചകനെ, നീ കുശവന്റെ വീട്ടിനകത്തേക്ക് കയറി ചെന്ന നിന്നെ അങ്ങ് പ്രവൃത്തി കാണിച്ചു തന്നാ പോരെ. പക്ഷേ ദൈവം പറയുക, ഞാൻ ചില വചനങ്ങൾ നിന്നെ കേൾപ്പിക്കാൻ പോകുകയാണ്.
ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വചനം വിട്ടൊരു പ്രവൃത്തിയില്ല സഹോദരങ്ങളെ. എന്റെ അപ്പം പറയാം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്ന തിരുവചനം തന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സൃഷ്ടികൾ ഉളവായെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണമോ, നീ ഒരു പുതിയ സൃഷ്ടിയായി ക്രിയേറ്റ് ചെയ്യപ്പെടണമോ, ഈ വചനം നിന്റെ അകത്തൊന്ന് കയറാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനഭാഗം നമുക്ക് തുറന്ന് താഴേക്കൊന്നും വായിക്കാൻ സമയമില്ലല്ലോ, എല്ലാം പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. ഹല്ലേലൂയ. എന്നാ യിരെമ്യാവിനോട് ദൈവം തന്നെ അങ്ങ് പറഞ്ഞപ്പോൾ, നീ ഇരിക്കുന്നിടത്ത് ഞാൻ അങ്ങ് പറയാം, നീ കേട്ടോ. പക്ഷേ ദൈവം ചെയ്യാൻ പോകുന്നത് വ്യക്തതയോടെ തന്നെ കാണിച്ചു കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിൽ ചില കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയാം. നിന്റെ ഹൃദയം ദൈവസന്നിധി തുറക്കേണ്ടതുപോലെ തുറന്ന് ഈ വചനത്തെ ആഴമായി ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ചില ദൈവപ്രവൃത്തികൾ നിന്നോട് ദൈവാത്മാവ് തന്നെ ഇടപെടാൻ തക്കവണ്ണം ഇടയാകും. ഏത് മേഖലക്കകത്താണോ നിന്നെ ദൈവം മെരുക്കിയെടുക്കേണ്ടത്, ഒരുക്കിയെടുക്കേണ്ടത്, പണിയപ്പെടേണ്ടത്, ഏത് മേഖലക്കകത്താണോ നീ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കയറേണ്ടത്, ഇന്ന് രാത്രി വിശ്വസിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ പരിശുദ്ധാത്മാവ് ചില മേഖലക്കകത്ത് ചില പ്രവൃത്തികളെ ചെയ്തെടുക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ വചനഭാഗം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഇനി കേൾക്കാൻ പോകുന്നവരോടുകൂടെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, ഈ വചനം ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ കർത്താവ് ചില പ്രവൃത്തികളെ കൂടെ ചെയ്തെടുക്കാൻ പോകുന്ന ദിവസമായത്. അല്ലെങ്കിൽ നീ തകർന്നു പോയി, നീ അവസാനിച്ചു, എന്റെ ഈ ജീവിതം കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല, ഞാൻ പാപത്തിന്റെ അകത്ത് ഹല്ലേലൂയ മുങ്ങിപ്പോയ അവസ്ഥയാണെന്ന് ഹൃദയത്തിനകത്ത് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിന്നെ പണിത് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം സർവശക്തന. നീ ഒന്ന് മടങ്ങി ക്രിസ്തുവിലേക്ക് വരാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. താഴേക്ക് വായിക്കാം. ചെയ്തുകൊണ്ടിരുന്നു, ചീത്തയായി പോയി, മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ വചനം ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാ? ഹല്ലേലൂയ. ഇതുവരെ കഴിയാത്ത ചില മേഖലയ്ക്കകത്ത് എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നീ ഇരിക്കുന്നു എന്ന് നീ ഹൃദയം തുറന്നൊന്ന് പറയാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന ഇന്ന് രാത്രി ഒരു പുതിയ അവസ്ഥയിലേക്ക്, പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് എന്റെ കർത്താവിന് നമ്മളെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വാസത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ കരങ്ങളെ ഒന്ന് ചേർത്തു വെച്ച് ഇന്ന് രാത്രി ഒന്ന് പറയാൻ തക്കവണ്ണം ഇടയാകട്ടപ്പോ. എന്റെ ശരീരത്തെ, എന്റെ മനസ്സിനെ, എന്റെ ജീവിതത്തെ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ ഇന്ന് ഏൽപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ. വചനഭാഗം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്, അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുകയായിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്. യിരെമ്യാ പ്രവാചകനോട് വ്യക്തമായി ദൈവം തന്നെ പറയുക, യിരെമ്യാവേ, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. ആ കുശവന്റെ വീട്ടിനകത്ത് എന്താ പ്രവൃത്തി എന്ന് നീ വ്യക്തമായി ഒന്ന് നോക്കണം. ഹല്ലേലൂയ. ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുശവന്റെ കയ്യിൽ ഇരുന്നൊരു പാത്രം അത് നശിച്ചു പോകാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ കുശവൻ അതിനെ വിട്ടുകളഞ്ഞില്ല. ഇന്ന് രാത്രി ഒരു ആമേൻ പറയാൻ പറ്റുമോ? നശിച്ചു പോയെന്ന് കരുതി, ദൈവസന്നിധി വിട്ട് അകന്നു പോയെന്ന് കരുതി, പാപത്തിനകത്തായി പോയെന്ന് കരുതി വിട്ടുകളയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്.
ഇന്ന് രാത്രി വിശ്വസിക്കാൻ അത്രമേ തയ്യാറാ. ഹല്ലേലൂയ. എന്റെ അപ്പൻ പറയുക, നീ നശിച്ചു പോകുന്ന ഒരു പ്രാകൃത മനുഷ്യനെ പോലെ ആയിത്തീർന്ന ആദാമിലായിരുന്ന നിന്നെ അവരുടെ ക്രിസ്തുവിലാക്കി, നിന്നെ ഒരു ആത്മീയനാക്കി, ദൈവത്തിന്റെ ആത്മാവിനോട് പറ്റിച്ചു ചേർത്ത് ദൈവത്തിന്റെ ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി പുറത്തു കൊണ്ടുവരത്തക്കവണ്ണം എന്റെ ദൈവം ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ആ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആത്മാവിനൊന്ന് പറഞ്ഞ്, എന്റെ കർത്താവിന്റെ കരത്തിൽ തന്നെയാണ് ഞാൻ. ഹല്ലേലൂയ. ഈ വിശ്വാസം നമ്മളെ പുതിയ സൃഷ്ടിത്വത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണമിടയാണ്. കർത്താവ് പറയുക, യിരെമ്യാവേ, നീ ഇത് കാണുന്നുണ്ടോ? നീ എന്തോ കണ്ടത്? കുശവന്റെ കയ്യിലിരുന്ന കളിമണ്ണ് പാത്രം അത് ഉടഞ്ഞുപോയി. സൃഷ്ടിപ്പിനകത്തുണ്ടായ ഡിഫക്റ്റിനെ മാറ്റാൻ എന്റെ അപ്പൻ പുതിയൊരു സൃഷ്ടിപ്പിനെ ചെയ്യുവാൻ തക്കവണ്ണമിടയായി ചേർന്നു. ഹല്ലേലൂയ. അതായത് ഉടഞ്ഞു പോയ പാത്രത്തെ തനിക്ക് ഇഷ്ടമുള്ളൊരു മാനപാത്രമാക്കി പണിഞ്ഞു പുറത്തു കൊണ്ടുവരുവാനിടയായി. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ചു പറയും, എൻ്റെ ജീവിതത്തിനകത്ത് ഉടഞ്ഞു പോയൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ലോകമോഹപ്രകാരം ദൈവഹിതം വിട്ട് പോയൊരു കാലഘട്ടം എനിക്കും ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ കർത്താവ് പറയുക, എൻ്റെ അപ്പൻ തന്നെ അതിനെ പണിഞ്ഞ് പുതിയൊരു പാത്രമാക്കി പുറത്തു കൊണ്ടുവരും. പ്രാകൃത അനുഭവത്തെ മാറ്റി ആത്മീയ അനുഭവത്തിലേക്ക്, ആദാമിന്റെ ജീവിതമാകുന്ന ആ പാപജീവിതം വിട്ട് ക്രിസ്തുവാകുന്ന ആത്മീയനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിന്റെ സൃഷ്ടിത്വത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകുമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിനായ ക്രിസ്തുവിനായ നീ ഒരു പുതിയ അനുഭവത്തിലാകാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. വ്യക്തമായ വചനത്തിനകത്ത് ഇങ്ങനെ പറയും, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്കും നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കർത്താവിനോട് ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എന്നെ ഭയങ്കരധികം ധ്യാനിപ്പിച്ചിട്ടുള്ളതും ഭയങ്കരധികം ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ പാത്രം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൈകൊണ്ട് മെനയുന്നല്ലേ, മെനഞ്ഞൊരു രൂപം ഉണ്ടാക്കും. കുശവന് ഇഷ്ടമുള്ള രൂപം. നമ്മുടെ വീട്ടിൽ പല പാത്രങ്ങളുണ്ടല്ലേ, മാനപാത്രങ്ങളുണ്ട്, നന്നായി വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമുണ്ട്, ആഹാരം കഴിക്കാനുണ്ട് ഉപയോഗിക്കുന്ന പാത്രമുണ്ട്. കുശവന്റെ കൈ കൊണ്ട് പണിയുന്ന പണിയെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മൺചട്ടി കൊണ്ടുള്ള പാത്രങ്ങളെയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ആദ്യം വരുന്നത്. ബാക്കിയുള്ള ക്ലേ ഉള്ള പാത്രങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്തോ വേറെയാണെന്ന്. പക്ഷെ ആധികാരികമായി നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ പോയാൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും, കൈ കൊണ്ട് തന്നെ മെനഞ്ഞെടുത്ത് അതിനെ കളറി കൊടുത്ത് അതിനെ തീക്കകത്ത് വെച്ച് ചുട്ടാണ് പുറത്തെടുക്കുന്നത്. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവിലേക്ക് പ്രവേശിപ്പാൻ, ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഇങ്ങനെയുള്ള ചില പ്രവർത്തികൾക്കകത്തൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ആദ്യം ഈ കളിമണ്ണ് വാരിക്കൊണ്ടുവന്ന് അവൻ ചവിട്ടി അതിനെ മെതിച്ച് ഒരു പരുവമാക്കി എടുക്കും. ഹല്ലേലൂയ. ഈ പരുവം എന്ന് പറയുന്നത് തന്റെ കൈക്ക് ഇണങ്ങുന്ന ഒരു പരുവത്തിലാക്കും. ഒരാമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കയറുന്നതിന് മുന്നമേ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന ചില കഷ്ടതകളും പ്രതിസന്ധികളെയും ഈ വചനവുമായി ഒന്ന് ചേർത്ത് പഠിച്ചാൽ കർത്താവിനോട് പറഞ്ഞ ഒറ്റ കാര്യമില്ല, നീ പണിയപ്പെടുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ കരത്തിലൊന്ന് ഇണങ്ങി ഇരുന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ചവിട്ടുകൊണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ കൈ കൊണ്ടൊന്നും മെരുക്കിയെടുക്കും. ഹല്ലേലൂയ. കൈ കൊണ്ടൊന്നും മെരുക്കി ഒരു ഷേപ്പ് ആക്കും. പക്ഷെ ആ ഷേപ്പ് കൊണ്ടും തീരത്തില്ല. ഹല്ലേലൂയ. പിന്നെ അതിനെ കൊണ്ടുവന്ന് ചൂടുള്ള അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കനലിനകത്തേക്ക് കയറ്റി വെക്കും. ഹല്ലേലൂയ. അതിനകത്തിരുന്ന് ചുട്ടുപഴുത്ത് ഇവന്റെ രൂപം ഒരു സ്ട്രോങ് ഉള്ള ഒരു പാത്രമായി തീരാൻ തക്കവണ്ണം ഇടയാകും. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ സംസാരിപ്പാൻ ഇടയായത്. കർത്തടയ്ക്കകത്തും ചവിട്ടുകൊള്ളുമ്പോഴും നിന്നെ കൈകൊണ്ടും മെരുക്കുമ്പോഴും പിന്നെ പുറത്തു കൊണ്ടുവന്ന് പണിഞ്ഞ് ഹല്ലേലൂയ തീക്കകത്ത് വെച്ച് ഹല്ലേലൂയ അതിനെ തീ കൊണ്ട് കത്തിച്ച് ചുട്ടതിനെ നല്ലൊരു രൂപമാക്കി പുറത്തു കൊണ്ടുവരുമ്പോ നമ്മൾ കാണുമ്പോൾ നല്ലൊരു രൂപമാണ്, നല്ലൊരു ഭംഗിയാണ്.
പക്ഷെ അതിന്റെ പുറകിൽ കൂടെ കടന്നുപോയ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പറയുന്ന ചില തീച്ചൂളുടെ അനുഭവങ്ങൾ. ക്രിസ്തുവിലേക്ക് കയറുന്നതിന് മുന്നമേ, ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക് എത്തുന്നതിന് മുന്നമേ കടന്നു പോകുന്ന ചില കഷ്ടതകളെ നമ്മൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കുശവന്റെ വീട്ടിലെ ആ അവസ്ഥയെ പറ്റി ഒന്ന് ചേർത്ത് പഠിച്ച ഒറ്റക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കരത്തിനകത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന പൂർണ്ണ വിശ്വാസം നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്? ഞാൻ വളരെ സുഖമായിട്ട് പറയുന്നത് കാര്യം. ഒത്തിരി ശബ്ദമെടുത്ത് പറഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയാം. കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ കുശവന്റെ കയ്യിലാണ് നീ ഇരിക്കുന്നതെന്ന പൂർണ്ണ വിശ്വാസം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആദാമിലാണ് നീ ജനിക്കപ്പെട്ടത്, പ്രാകൃത മനുഷ്യനെ പോലെ. പക്ഷേ നീ കർത്താവിന്റെ കരത്തിൽ തന്നെ ആയതുകൊണ്ട് തന്റെ സ്വന്തം പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അവതരിപ്പാനൊക്കെ ഇടയായത്. വിട്ടുകളഞ്ഞിരുന്നു എങ്കിൽ ഒരിക്കലും ക്രിസ്തു നമുക്ക് വേണ്ടി വരേണ്ട ആവശ്യമില്ല. നമ്മളെ കർത്താവിന്റെ കരത്തിൽ തന്നെ വെച്ചിരിക്കുന്നു എന്ന് ആഴമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ആ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല.